ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു സൂര്യോദയം എന്ന നോവലാണ്. അതിൻ്റെ 9ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമയം കിട്ടുമ്പോഴൊക്കെ ജോണിച്ചൻ വരണം. അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. നടയിറങ്ങുമ്പോൾ ഗ്രേസി പറഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കി. ഗ്രേസിയുടെ കണ്ണുകളുമായിട്ട് അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. ഗ്രേസിക്ക് പിണക്കമില്ലെങ്കിൽ വരുന്നതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. ജോണിക്കുട്ടി സമ്മതിച്ചു. അവൻ പോകുന്നത് നോക്കി ഗ്രേസി നിന്നു. അവൻ്റെ മനസ്സിലിപ്പോൾ നിറഞ്ഞു നിന്ന വികാരം എന്തായിരുന്നെന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ. അധ്യായം 18. ജെയിംസ് കുട്ടിയുടെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല. കവലയിൽ നിന്ന് അവൻ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു. മറിയാമ്മ അടുക്കളയിൽ എന്തോ തിരക്കിട്ട ജോലിയിലായിരുന്നു. അമ്മ, ഞാൻ പാസ്സായി 1ാം ക്ലാസ്സോടെ. വീട്ടിൽ കയറും മുമ്പേ ജെയിംസ് കുട്ടി വിളിച്ചു പറഞ്ഞു. മറിയാമ്മ ഇറങ്ങി വന്നു. അവൻ ആ സന്തോഷ വാർത്ത ഒരിക്കൽ കൂടി പറഞ്ഞു. ഇന്നത്തെ പത്രത്തിൽ നമ്പറുണ്ടമ്മേ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഉവ്വ മോനെ, കർത്താവ് രക്ഷിച്ചു. മറിയാമ്മ കുരിശു വരച്ചു. അവരുടെ കണ്ണുകളും നിറഞ്ഞു. അപ്പച്ചൻ്റെ ആഗ്രഹം സാധിക്കാൻ നിനക്കെങ്കിലും കഴിഞ്ഞില്ല മോനെ. പക്ഷേ ഈ വാർത്ത കേൾക്കാൻ നിൻ്റെ അപ്പച്ചനിവിടെ ഇല്ലാതെ പോയി. അവരുടെ ആഹ്ലാദം ഒരു നെടുവീർപ്പിൽ അവസാനിപ്പിച്ചു. ജെയിംസ് കുട്ടിയുടെ മുഖവും മ്ലാനമായി. അപ്പച്ചന് 1 കൊല്ലം തികച്ചില്ലല്ലോ. അമ്മേ, അപ്പച്ചൻ വരുമ്പോഴേക്കും ഒരു ജോലി കൂടി കിട്ടിയാൽ മതിയായിരുന്നു. ജെയിംസ് കുട്ടിയുടെ ഏക ആഗ്രഹം അത് മാത്രമാണ്. ഇനി ഒരു ജോലി സമ്പാദിക്കുക. ചേട്ടന്മാർ രണ്ടുപേരും നല്ല നിലയിലേക്ക് കഴിഞ്ഞു. തനിക്കും ഒരു ജോലി കണ്ടുപിടിച്ചാൽ മതിയാവും. വേണമെങ്കിൽ എത്രയോ നേരത്തെ ജോസേട്ടൻ്റെ കൂടെ പോകാമായിരുന്നു. വള്ളവും വലയും വല്ലവർക്കും വാടകയ്ക്ക് കൊടുക്കുന്നതിലും എത്രയോ ഭേദമായിരുന്നു താൻ കൂടി ആ വള്ളത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നെങ്കിലും ഒടുവിൽ കായലിലേക്ക് പോകാൻ താൻ സന്നദ്ധനായിരുന്നു. പക്ഷെ ജോസേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എടാ, പണം ഉണ്ടാക്കാൻ മനസ്സുള്ളവനൊക്കെ മാർഗമുണ്ട്. ഏത് പണിയെടുത്താലും പണം കിട്ടും. പഠിത്തം അങ്ങനെ കിട്ടുന്നതല്ല. ഞങ്ങൾക്ക് വേണ്ടി കൂടി പഠിക്കേണ്ടത് നീയാണ്. ഞങ്ങൾ 3 പേരും കൂടി പഠിക്കേണ്ടത് നീ ഒരാൾ പഠിച്ചേ തീരൂ. നിന്നെ കൊണ്ടുപോകാൻ മനസ്സില്ല. മാത്രമല്ല, നീ എന്തെങ്കിലും പണിക്ക് പോയെന്നറിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് അടുക്കും. ആ പൂതി ഇനി അങ്ങ് മനസ്സിൽ വെച്ചേര്. ഇപ്പോൾ പണിക്ക് പോകാൻ എന്നെ എത്ര കോതി. കാശ് വല്ലതും വേണോ? എത്ര വേണമെന്ന് പറ, ചേട്ടൻ തരാം. നിൻ്റെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം പണിയല്ല, പഠിത്തമാണ്. ജോസിന് ഒരൊറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. ജോണിക്കുട്ടി എഴുതിയ കത്തിൻ്റെ മറുപടിയും അത് തന്നെയായിരുന്നു. നീ ഇപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ആദ്യം BCom പഠിച്ച് പാസ്സാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ജോലിയെക്കുറിച്ച് ആലോചിക്കാം. അപ്പച്ചൻ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പഠിത്തക്കാരനെങ്കിലും ഉണ്ടാവണം. അമ്മയും ചേട്ടന്മാരും പഠിക്കാനല്ലാതെ മറ്റൊന്നിനും തന്നെ സമ്മതിക്കുന്നില്ലെന്ന് അവൻ ഉറപ്പായി. പിന്നെ കൂടുതൽ ആലോചിച്ചില്ല. പഠിത്തത്തിൽ തന്നെ മുഴുകി. കണക്കിലുള്ള സാമർഥ്യം BComൽ 1ാമനായി പാസ്സാകാൻ ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. സന്തോഷിക്കേണ്ട സമയത്ത് അമ്മ എന്തിനാ ഇങ്ങനെ കരയണേ? ഇനി എനിക്ക് സമാധാനമായ ഒരു ജോലിക്ക് ശ്രമിക്കാമല്ലോ. ഡിഗ്രിയായി. ഇനിയും വേണമെങ്കിൽ തുറന്ന് പഠിക്കാം. വേണ്ട, ഒരു നല്ല ജോലി കിട്ടാനുള്ള പഠിത്തമൊക്കെ ആയി. മറിയാമ്മ മിഴി തുടിച്ചു. നീ എന്താ വേണ്ടാന്ന്? നീ ചേട്ടന്മാർ ചോദിയിര്. എനിക്ക് ഈ പഠിത്തത്തെക്കുറിച്ചൊന്നും അറിഞ്ഞൂടില്ലല്ലോ. മറിയാമ്മ തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. അമ്മ കാപ്പിയൊന്നുമില്ല. ഞാൻ കെട്ടിടം പണിയുന്നിടത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. ചിലപ്പോൾ ജോസേട്ടൻ അവിടെ കണ്ടേക്കും. ചേട്ടനോടൊന്ന് പറയട്ടെ. മറിയാമ്മ അകത്തുനിന്ന് കാപ്പിയുമായി വന്നു. ജെയിംസ് കുട്ടി ആഹ്ലാദമുണർത്തിയ ഒരു മൂളിപ്പാട്ടോടെ പുറത്തേക്കിറങ്ങി. അവരൊരു ചെറിയ വീടുണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ തീരെ ചെറുതല്ല. മേടയിൽക്കാരുടെ അത്രയ്ക്കും വലിപ്പത്തിലൊരു ബംഗ്ലാവ് വയ്ക്കാൻ തങ്ങളെ കൊണ്ടാവില്ലല്ലോ. എങ്കിലും അത്ര ചെറുതല്ല പുതിയ വീട്. ജോണിക്കുട്ടിയുടെയും ജോസുകുട്ടിയുടെയും അധ്വാനത്തിൻ്റെ ഫലം ഒരു മന്ദിരമായി മാറുകയാണ്. ബംഗ്ലാവ് എത്ര വലുതായാലും അതിൽ കുടിലെന്നേ വീട് വരെ ഇടുമെന്ന് അവർ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കുടിലിൽ കഴിഞ്ഞതിൻ്റെ ഓർമ്മ മരണം വരെ ഉണ്ടാവണം. ആ ഓർമ്മയുണ്ടെങ്കിലേ ജീവിതം വഴിമാറി പോകാതിരിക്കും. ഇപ്പോൾ താമസിക്കുന്നിടത്തു നിന്നും ഒരു ഫർലോഗ് അകലെയാണ് പുതിയ വീട്. 1/2 ഏക്കർ സ്ഥലം വാങ്ങിയത് ജോസാണ്. കെട്ടിടം വയ്ക്കാനുള്ള പണം അയക്കുന്നത് ജോണിയും. പരീക്ഷ കഴിഞ്ഞ സമയത്തായതുകൊണ്ട് അത് നോക്കി നടക്കുന്ന പണിയാണ് ജെയിംസിൻ്റെ ചുമതല. ജെയിംസ് കുട്ടി ചെല്ലുമ്പോൾ ജോസ് അവിടെ ഉണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് പുതിയ ബോട്ട് വാങ്ങിയതിൻ്റെ അവസാന മിനുക്കുപണിയിൽ ഒരു ദിവസം ജോസ് കായലിൽ പോകണ്ടെന്ന് വെച്ചു. ജോസേട്ടാ, വലിയൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താടാ, അപ്പച്ചൻ്റെയും ജോണിച്ചേട്ടൻ്റെയും എഴുത്തുവല്ലം വന്നോ? ജോസ് ചോദിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് അവസാനിക്കുന്നു. അല്ല, എൻ്റെ റിസൾട്ട് അറിഞ്ഞു. ഉവ്. എന്നിട്ട് ഇപ്പോഴാണോ നീ ഇത് പറയാൻ വേണ്ടി വന്നേ?
അത് ഞാനിപ്പോഴല്ലേ അറിഞ്ഞത്. ജയിച്ചു, 1-ാം ക്ലാസ്സോടെ പാസ്സായി. ജോസിൻ്റെ മുഖം വിടർന്നു. അതുപോ, നീ എൻ്റെ അനുജനാടാ. ജോസ് അവനെ കെട്ടിപ്പുണർന്നു. ഒരനുജനും ഒരു ജ്യേഷ്ഠനിൽ നിന്നും കിട്ടാത്ത സ്നേഹപ്രകടനം, ഒരു ജ്യേഷ്ഠനും അനിയനോട് കാണിക്കാത്ത വാത്സല്യപ്രഭാവം. ആ സഹോദരന്മാരല്ലെങ്കിൽ ആ നാട്ടിലെ തന്നെ അത്ഭുത പ്രതിഭാസമായിരിക്കുന്നു. ഇനിയും നീ പഠിക്കണം. ഇതിലും വലിയ പരീക്ഷ പാസ്സാണ്. വേണമെങ്കിൽ ഇനിയൊരു ജോലിക്ക് ശ്രമിക്കാം. ജോലിയും കിട്ടിയ ജോലിയിൽ ഇരുന്നുകൊണ്ട് പഠിക്കാം. അതാ എൻ്റെ ആഗ്രഹം. ജോസ് അനുജനെ ശ്രദ്ധിച്ചു. ജെയിംസൂട്ടിയുടെ ആഗ്രഹം ഒരു ജോലി കിട്ടുക എന്നതാണെന്ന് അവൻ്റെ മുഖത്തു നിന്ന് അറിയാൻ കഴിയുന്നു. ജോലിയിൽ ഇരുന്നു കൊണ്ട് പഠിക്കാനാവുമെങ്കിൽ അവൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ശരി, എങ്കിലത് മതി. എന്നാലും നീ പഠനം അവസാനിപ്പിക്കരുത്. ചതിയനും കള്ളനുമായ വർക്കിച്ചൻ്റെ മകൻ ഉന്നത പരീക്ഷ പാസ്സായെന്ന് 4 പേര് പറയട്ടടാ. ജോസിൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞ ഭാവം ഒരുതരം പ്രതികാരത്തിൻ്റേതായിരുന്നു. ജെയിംസൂട്ടി അത് തിരിച്ചറിഞ്ഞു. ചേട്ടനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ജെയിംസൂട്ടിയെ ജോസ് തിരിച്ചു വിളിച്ചു. ഒരു നിമിഷം അവൻ എന്തോ ആലോചിച്ചു നിന്നു. ഒരു കമ്പനിയിലെ അക്കൗണ്ടൻറ്റിൻ്റെ ചുമതല വഹിക്കാൻ നിനക്ക് കഴിയുമോ? ജോസ് ചോദിച്ചത് പെട്ടെന്നായിരുന്നു. ജെയിംസിൻ്റെ കണ്ണുകൾ തിളങ്ങി. തീർച്ചയായും ഞാൻ പഠിച്ചത് അതുതന്നെ ആയിരുന്നല്ലോ. എങ്കിൽ ഒരിടത്തൊരു ഒഴിവുണ്ട്. വളരെ കരുതലോടെ നീങ്ങിയ ചിലപ്പോൾ അത് നിനക്ക് ലഭിച്ചേക്കും. എവിടെയാ ജോസേട്ടാ? ജെയിംസിൻ്റെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല. ഒരു ഉദ്യോഗസ്ഥർക്ക് ഈ ജോലി കിട്ടുന്നതിലും ആഹ്ലാദമാണ് ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നതും ആ പ്രതീക്ഷയിൽ കരുതുന്നതും. പക്ഷേ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നീ വർക്കിച്ചൻ്റെ മകനാണെന്ന് പറയരുത്. കായലോരത്ത് താമസിച്ചിരുന്ന കഥയും പറയരുത്. ജെയിംസൂട്ടിയുടെ ആഹ്ലാദം അത്ഭുതമായി വളർന്നു. ജോലി എവിടെയാ? അതെന്നറിയാൻ വല്ലാത്ത ആകാംക്ഷയുടെ തിടുക്കം. ചെറിയാച്ചൻ മുതലാളിയുടെ കൊപ്ര കമ്പനിയിൽ. ജോസ് ചെറിയൊരു ചിരിയോടെയാണത് പറഞ്ഞത്. അതെ, നീ അവിടെ ഒന്ന് ശ്രമിക്കുക തന്നെ വേണം. അയാൾക്കൊരാളെ ആവശ്യമുണ്ടെന്നറിഞ്ഞു. നീ ചെന്നാൽ കുഴപ്പമില്ല. നിന്നെ ആരും തിരിച്ചറിയില്ല, അന്നാമ്മച്ചേടത്തി പോലും. എങ്കിലൊന്ന് ശ്രമിച്ചിട്ട് തന്നെ കാര്യം. അതറിഞ്ഞിട്ടേ ഇനി വേറെ ജോലിക്ക് ശ്രമിക്കുന്നുള്ളൂ. ജെയിംസിന് ഉത്സാഹമായി. ഒഴിവുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞേ? മറ്റു യാതൊരു കാര്യങ്ങളും പറയണ്ടേ? പണി തിരക്കി വന്നതാണെന്ന് പറയണം. നീ എങ്ങനെയും അവിടെ കടന്നുകൂടണം. അത് നമ്മുടെ ഒരാവശ്യമാണ്. ആദ്യം അത് കിട്ടുമോ എന്നറിയുക. പിന്നീട് വേണ്ടത് നമുക്ക് ആലോചിച്ച് ചെയ്യാം. ജോസിൻ്റെ ചുണ്ടിലെ പുഞ്ചിരിയുടെ അർത്ഥം ജെയിംസ് കുട്ടിക്ക് എളുപ്പം മനസ്സിലായി. ചേട്ടന്മാർ ഇരുവരും ഒരു വല്ലാത്ത യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ആ യജ്ഞത്തിൽ പങ്കെടുക്കേണ്ടത് തൻ്റെയും ഒരാവശ്യമാണ്. തനിക്കും തൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട്. അതിനൊരവസരം വന്നെത്തിക്കഴിഞ്ഞു. ജോസേട്ടാ, ഞാൻ ഇന്ന് തന്നെ എന്നാൽ പള്ളിപ്പുറത്തിന് പോയാലോ? ഒരു കുഴപ്പമില്ല. ഇന്ന് ചെറിയാച്ചൻ അവിടെ ഉള്ള ദിവസമാണ്. ചെന്ന് കാണ്. നമ്പർ വന്ന പത്രവും കൊണ്ടുവയ്ക്കോ. മറ്റാരെങ്കിലും ചെന്ന് വീഴും മുൻപിൽ നീ ചെല്ലും. ജോസ് അവനെ പറഞ്ഞയച്ചു. ജെയിംസൂട്ടി വീട്ടിലേക്ക് ഓടുകയായിരുന്നു. എത്രയും വേഗം പള്ളിപ്പുറത്തിന് പോകണം. ചെറിയാച്ചൻ മുതലാളിയെ കാണണം. കർത്താവേ, ആ ജോലി തനിക്ക് തന്നെ ലഭിക്കണേ. അവൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. അമ്മയോട് ജോലിയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ജെയിംസ് ചെയ്തുള്ളൂ. ചെറിയാച്ചൻ്റെ ബംഗ്ലാവിലേക്കാണ് താൻ പോകുന്നതെന്നറിഞ്ഞാൽ അമ്മയ്ക്കും ഭയമാകും. അവരെങ്ങനെ വേണേലും കഴിഞ്ഞോട്ടെ, ഒന്നിനും പോകണ്ടെന്നാണ് മറിയാമ്മയുടെ പക്ഷം. തൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞാൽ അയാൾ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് അവർ ഭയന്നിരുന്നു. തങ്ങൾക്ക് സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി കൂടുതലൊന്നും വരുത്തി വയ്ക്കേണ്ട. ജെയിംസൂട്ടി ഭംഗിയായി ഒരുങ്ങി. ഒരു ഉദ്യോഗാർത്ഥിയുടെ വെടിപ്പോടെ. സമയത്തിന് ബോട്ട് കിട്ടി. ഉച്ചതിരിഞ്ഞ നേരത്ത് അവൻ പള്ളിപ്പുറം കടവിലെത്തി. ചെറിയാച്ചൻ മുതലാളിയുടെ കെട്ടുവെള്ളത്തിൽ തേങ്ങ ഇറക്കുകയും കൊപ്ര കയറ്റുകയും ചെയ്യുന്ന തിരക്കേറിയ പണി ഒരു നിമിഷം അവൻ കണ്ടുനിന്നു. ഒരു ദീർഘനിശ്വാസം അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. തൻ്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ തങ്ങൾക്കും എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങായിരുന്നു. ചെറിയാച്ചനെ പോലെയോ മറ്റാരെ പോലെയോ ആയില്ലെങ്കിലും തങ്ങൾക്കും തങ്ങളുടേതായ ചെറിയൊരു സ്വർഗം കെട്ടിപ്പടുക്കാമായിരുന്നു. ഓ വേണ്ട, അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. ജെയിംസ് ബംഗ്ലാവിലേക്കുള്ള വഴി ചോദിച്ചറിഞ്ഞു. ആ വഴിയെ നടക്കുമ്പോൾ നെഞ്ചിൻ്റെ പടപട മിടിപ്പ് പുറത്തേക്ക് അവൻ അറിഞ്ഞു. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി. വലിയൊരു ബംഗ്ലാവ്, മേടയിൽ വീട്, ഗൂർഖ കാവൽ നിൽക്കുന്ന കനകക്കൊട്ടാരം. ഗൂർഖയോട് വന്ന കാര്യം ഹിന്ദിയിൽ പറഞ്ഞു. അവൻ തലകുലുക്കി. കാവൽപുരയിലെ ഇൻ്റർകോമിലൂടെ അവൻ ആരുമായോ സംസാരിച്ചു. പിന്നെ ജെയിംസൂട്ടിയുടെ മുന്നിൽ വാതിൽ തുറന്നുകൊടുത്തു. പഞ്ചാരമണൽ വിരിച്ച നടവഴിയെ അവൻ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് നടന്നു. വർഷങ്ങൾക്ക് ശേഷം ചെറിയാച്ചൻ ചേട്ടനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അധ്യായം 19. മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ചെറിയാച്ചൻ മുതലാളിക്ക് നന്നായി ബോധിച്ചു.
വിനയാധീതനായ അവൻ്റെ പെരുമാറ്റം അതിലേറെ ഇഷ്ടപ്പെട്ടു. കാണാനും സുമുഖം. കണക്കിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തനിക്കൊരാൾ ഏതായാലും വേണം. അതൊരു ചെറുപ്പക്കാരനാവുന്നത് ഏറെ നന്ന്. ബുദ്ധിമാനാണെങ്കിൽ അവൻ്റെ സേവനം വളരെ നല്ല ഉപയോഗപ്പെടുത്താം. എന്തുകൊണ്ട് ഇയാളെ ആ പോസ്റ്റിലേക്ക് നിയമിച്ചുകൂടോ? എനിക്കൊരാളെ ആവശ്യമുണ്ടെന്ന് നേരാ. എൻ്റെ ശമ്പളക്കാരന് ജീവിക്കാനുള്ള തുക ശമ്പളം കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ ആദ്യം കനത്ത തുകയൊന്നും തരാനൊക്കില്ല. ശമ്പളത്തെ വലുപ്പത്തേക്കാൾ മുതലാളിയെപ്പോലെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ശമ്പളം വേണം. എൻ്റെ സേവനം തൃപ്തികരമാണെങ്കിൽ എനിക്ക് തൃപ്തി തോന്നുന്ന തുക ശമ്പളമായി കിട്ടുക തന്നെ വേണം. മറിച്ച് ഏൽപ്പിക്കുന്ന ജോലിക്ക് ഞാൻ തൃപ്തിയോടെ പ്രതികരിക്കുന്നില്ലെങ്കിൽ ആ നിമിഷം പറഞ്ഞുവിടാം. ആ മറുപടിയും ചെറിയാച്ചൻ മുതലാളിക്ക് ഇഷ്ടമായി. ഈ തൻ്റെ ഇടം വേണം ഒരു ഉദ്യോഗാർത്ഥിക്ക്. സ്വയം വിശ്വാസമുള്ളവനെ ധൈര്യമായിട്ട് മറുപടി പറയാൻ കഴിയും. കഴിവ് കുറഞ്ഞവരെ കാൽക്കൽ വീഴുകയുള്ളൂ. മുഖസ്തുതികൾ കൊണ്ട് കാര്യം സാധിക്കാനേ അവർ ശ്രമിക്കൂ. ഇവരെ ഒന്ന് പരീക്ഷിച്ച് കളയണമെന്ന് അദ്ദേഹത്തിന് തോന്നി. എനിക്കിവിടെ ഒരു കണക്കെഴുത്തുകാരനുണ്ട്, ഒരു ജോസഫ് ഏട്ടൻ. പഴയ മണ്ണ, കണക്കുകളും പഴഞ്ച രീതിയിൽ. പക്ഷെ ചെയ്യുന്നത് തെറ്റില്ല, വിശ്വസ്തനാണ്. പക്ഷെ അയാളെ കൊണ്ട് മാത്രം ചെയ്ത് തീർക്കാവുന്നതിലേറെ ജോലി ഇന്നുണ്ട്. എവിടം വരെ പഠിച്ചെന്നാണ് പറഞ്ഞത്? BCom 1ാം ക്ലാസ്സോടെ പാസ്സായി. ഇന്നാണ് റിസൾട്ട് വന്നത്. ഇതാ ഈ നമ്പർ എൻ്റേതാണ്. ജെയിംസ് കുട്ടി പത്രത്തിൽ അടയാളപ്പെടുത്തിയിരുന്ന നമ്പർ ചെറിയാച്ചനെ കാണിച്ചു കൊടുത്തു. ജെയിംസ് എന്നാണല്ലേ പേര് പറഞ്ഞത്? അതെ. ജെയിംസ് ഇരിക്കി, മുതലാളി കൽപ്പിച്ചു. ആശ്വാസം. ഇപ്പോഴെങ്കിലും ഇയാൾ തന്നെ പരിഗണിച്ചല്ലോ. ജെയിംസ് കുട്ടി ചെറിയാച്ചൻ്റെ മുന്നിലെ കസേരയിലേക്ക് ഇരുന്നു. അകത്തു നിന്നും അന്നാമ്മ ഇറങ്ങി വന്നു. പൂമുഖത്തിരിക്കുന്ന ചെറുപ്പക്കാരനൊന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചു. അനാമേ, ഇയാൾ കണക്കപ്പിള്ളയുടെ ഒഴിവുണ്ടോയെന്ന് അറിയാൻ വന്നതാ. 1-2 ആഴ്ച ഒന്ന് നിർത്തി നോക്കിയാലോ എന്ന് ആലോചിക്കുന്നു. നീ ഒരു ഗ്ലാസ് കാപ്പിയും എടുത്തുകൊണ്ടുവാ. അന്നാമ്മ കടന്നു വന്നപ്പോൾ ജെയിംസ് കുട്ടി ഒന്നും പരുകാതിരുന്നില്ല. അവർ തന്നെ തിരിച്ചറിയുമോ? അന്നാമ്മച്ചേടത്തെ കണ്ടിട്ട് പെട്ടെന്ന് തനിക്ക് പോലും പിടികിട്ടുന്നില്ല. പിന്നെയല്ലേ അവർക്ക് തന്നെ. അവൻ ഭയപ്പെട്ടതുപോലൊന്നും സംഭവിച്ചില്ല. വന്ന പോലെ തന്നെ അവരകത്തേക്ക് കയറിപ്പോയി. അല്പസമയത്തിനുള്ളിൽ കാപ്പിയുമായി വരികയും ചെയ്തു. കാപ്പി കഴിക്കി, അത് കഴിഞ്ഞ് നമുക്ക് ബിസിനസ് സംസാരിക്കാം. ചെറിയാച്ചൻ ഒരു മഹാ തമാശ പറഞ്ഞ പോലെ ചിരിച്ചു. അന്നാമ്മയ്ക്കും ജെയിംസ് കുട്ടിക്കും ചിരി വന്നില്ല. ആ ചിരിയുടെ പിന്നിൽ ഒരു ചതിവിൻ്റെ മറ കൂടിയുണ്ട്. ചെറിയാച്ചനെ മുതലാളിയാക്കിയ കൊലച്ചതിയുടെ കഥ, ഈ ചതിവിൻ്റെ കഥ എന്നെങ്കിലും ഒരിക്കലും പുറത്താകും. ആകണം. താനും ചേട്ടന്മാരും പരിശ്രമിക്കുന്നത് മുഴുവൻ അതിനുവേണ്ടിയാണല്ലോ. കാപ്പി ഒറ്റ വലിക്കകത്താക്കി ജെയിംസ് ചിരി തുടച്ചു. ഞാൻ നിങ്ങളെ ഇവിടെ നിയമിക്കാം. തുടക്കത്തിലൊരു 300 രൂപ തരും. അത് നിങ്ങളുടെ ജോലി കണ്ടതിന് ശേഷം മാത്രം. ആദ്യത്തെ 2 ആഴ്ച ശമ്പളം തരില്ല. പണി എനിക്ക് ബോധിച്ച അപ്പപ്പോൾ ശമ്പളത്തിൽ വർധനവുണ്ടാവും, ജോലിയിൽ ഉയർച്ചയും. ഇപ്പോൾ ജോസഫ് ചേട്ടൻ്റെ കീഴിലായിരിക്കും തുടക്കം. ജെയിംസ് എന്ത് പറയുന്നു? ചെറിയാച്ചൻ അവൻ്റെ മറുപടിക്ക് കാത്തു. മുതലാളിയുടെ നിബന്ധനകൾ എനിക്ക് സമ്മതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന ജോലി സത്യസന്ധമായും കൃത്യനിഷ്ഠയോടും ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. വല്ലപ്പോഴും കുറച്ച് താമസിച്ചു വന്നതുകൊണ്ടോ എന്തെങ്കിലും കുറേ നേരത്തെ പോയതുകൊണ്ടോ ഒരു ദിവസം വരാതിരുന്നതുകൊണ്ടോ ഞാൻ പണിയിൽ ഉഴപ്പുന്നവനാണെന്ന് തീർപ്പ് കൽപ്പിക്കരുത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിക്ക് എന്തെങ്കിലും വീഴ്ച വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. തെറ്റെൻ്റെ ഭാഗത്തുണ്ടെന്ന് ബോധ്യമായ ഒന്നും ആലോചിക്കാനില്ല, പിരിച്ചുവിടാം. ഞാൻ അവകാശങ്ങൾക്ക് വേണ്ടി നിലവിളിക്കില്ല. മറിച്ച് എൻ്റെ ജോലി തൃപ്തികരവും അങ്ങേക്ക് മതിപ്പുണ്ടാക്കുന്നതുമാണെങ്കിൽ ഞാൻ ജോലിയിൽ തുടരാം. അതിനനുസരിച്ച് എനിക്ക് ശമ്പളം തരണം. പണിക്കാർക്ക് ന്യായമായ ശമ്പളം നൽകുന്നതിനാണ് മുതലാളി എന്ന് കേട്ടിട്ടുണ്ട്. ഒന്നും ഒളിച്ചില്ല. മുതലാളിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ല. ജെയിംസ് കുട്ടി സ്വന്തം കാര്യം തുറന്നു പറഞ്ഞു. ചെറിയാച്ചൻ ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടിരുന്നു. കേട്ടുകഴിഞ്ഞപ്പോൾ അവനോടുള്ള മതിപ്പ് വർദ്ധിച്ചതേയുള്ളൂ. ചെറുപ്പക്കാരായ ഇങ്ങനെ വേണം. ഈ തൻ്റെ ഇടം അവൻ്റെ അഹംഭാവം കൊണ്ടല്ല, ആത്മവിശ്വാസമുള്ളവന് തുറന്നു പറയാൻ മടി തോന്നില്ല. ജെയിംസിൻ്റെ കുടുംബത്തെക്കുറിച്ചും അപ്പനമ്മമാരെക്കുറിച്ചും മുതലാളി തിരക്കി. കല്ല് വെച്ച കുറേ നുണ പറയേണ്ടി വന്നു. സത്യം തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് കടക്കുമെന്ന് തോന്നിയില്ല. ശരി, ജെയിംസ് നാളെ മുതൽ പോരുക. കടവിന് വലതുവശത്ത് ഷെഡിനോട് ചേർന്നുള്ള വാർക്ക കെട്ടിടത്തിലാണ് ഓഫീസ്. നാളെ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ചില കാര്യങ്ങൾ കൂടി പറഞ്ഞേൽപ്പിക്കാനുണ്ട്. ജോസഫ് ചേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഞാൻ തന്നെ പരിചയപ്പെടുത്തി തരാം. വളരെ സന്തോഷം മുതലാളി. ജെയിംസ് കുട്ടി എഴുന്നേറ്റ് ചെറിയാച്ചനെ തൊഴുതു. പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി നടന്നു. വാതിൽമറയിൽ നിന്ന് അന്നാമ്മ ഭർത്താവിനടുത്തേക്ക് വന്നു. ആ കൊച്ചനൊരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് തോന്നുന്നു. നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ. നമുക്കവനെ പറ്റുമെന്ന് തോന്നുന്നു.
ഒറ്റ നോട്ടത്തിന് തന്നെ എനിക്ക് അവൻ ഇഷ്ടമായി. ഏതായാലും നാളെ മുതൽ വരാൻ പറഞ്ഞു. ഒന്ന് പരീക്ഷിച്ച് കളയാം. ചെറിയാച്ചൻ തൃപ്തിയോടെ പറഞ്ഞു. ജെയിംസ് കുട്ടിയുടെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല. വീട്ടിലേക്കൊന്ന് പറന്നു ചെന്ന് ഈ വിവരങ്ങൾ അറിയിക്കാൻ 2 ചിറകുകളില്ലാതെ പോയല്ലോ എന്നവൻ വിഷാദിച്ചു. കടവിലേക്ക് ഓടുകയായിരുന്നു എന്ന് പറഞ്ഞാലാണ് ശരി. റിസൾട്ട് അറിഞ്ഞ ദിവസം തന്നെ ജോലി കിട്ടുക അസാധാരണ ഭാഗ്യശാലികൾക്ക് മാത്രം സിദ്ധിക്കുന്ന മഹാഭാഗ്യം. ചെറിയാച്ചൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിലും ഏറെ ഭാഗ്യം അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ തനിക്ക് അവസരം ഉണ്ടായേക്കുമെന്ന് തോന്നലാണ്. ഇപ്പോൾ ചേട്ടന്മാരും താനും ഒരേ ലൈനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ചതുരംഗക്കളമാണ്. കരുക്കൾ കരുതി നീക്കേണ്ട ചതുരംഗക്കളം. കരുനീക്കങ്ങളിൽ നേരിയൊരു പിഴവ് പറ്റിയാൽ അടിയറവ്. അത് സംഭവിച്ചുകൂടാ. വർക്കിച്ചൻ്റെ ആൺമക്കൾ ആണുങ്ങളാണെന്ന് ചെറിയാച്ചനെ ബോധ്യപ്പെടുത്തണം. അതൊരു ചതിവിൻ്റെ മാർഗത്തിലൂടെ ആയിക്കൂടാണ്. ചതിവുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായും അനിവാര്യമായ സംഭവങ്ങളിലൂടെയും ആകണം. അതിന് വളരെയേറെ ആലോചിക്കാനുണ്ട്. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും അതീവ ജാഗ്രതയോടെ ആവണം. വിരലിൻ്റെ സ്ഥാനഭ്രംശം പോലും മതി അതിഭയങ്കരമായ ഗർത്തത്തിലൊടുങ്ങാൻ. അന്തിമ വിജയം തങ്ങളുടേത് തന്നെയാവണം. പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ ഉരുക്കുകോട്ടയുടെ അധിപനായ ചെറിയാച്ചൻ മുതലാളിയോടാണ് പടം പൊരുതേണ്ടത്. ആ ഉരുക്കുകോട്ടകൾ വെറും വെണ്ണ പോലെ ഉരുകുകയെന്നത് ക്ഷിപ്രസാധ്യമല്ല. എന്നുവെച്ച് ഭയപ്പെട്ട് പിന്മാറാനും ഒരുക്കമല്ല. പയറ്റുക തന്നെ. വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ജെയിംസ് കുട്ടി ആലോചിച്ചത് അത്രയും അതുതന്നെയായിരുന്നു. നാളെ മുതൽ താൻ ചെറിയാച്ചൻ മുതലാളിയുടെ ജോലിക്കാരനാവുന്നു. എന്നിട്ടോ ജോസ് കുട്ടി അവനെ കാത്തിരിക്കുകയായിരുന്നു. അനിയനെ അവന് നല്ല വിശ്വാസമാണ്. പോയ കാര്യം സാധിച്ച് അവൻ വരുമെന്ന് ജോസിന് നല്ല നിശ്ചയമുണ്ട്. പഠിച്ചവനാണ്. തങ്ങളെക്കാൾ ആലോചനയോടെ കാര്യങ്ങൾ നീക്കാൻ അവനറിയാം. അവൻ്റെ കഴിവ് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അതറിയാനുള്ള തിടുക്കം കാരണം പതിവുള്ള സായന്യരക്കത്തിന് ജോസ് മുതിർന്നില്ല. അകലെ നിന്നും നടന്നു വരുന്ന ജെയിംസ് കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ജോസിന് സന്തോഷം തോന്നി. കാര്യസാധ്യത്തിൻ്റെ പുഞ്ചിരിയല്ലേ അനുജൻ്റെ മുഖത്ത് നിലാവ് പോലെ ഉദിച്ചു നിൽക്കുന്നത്. രക്ഷപ്പെട്ടു ചേട്ടാ, എനിക്കാ ജോലി കിട്ടി. നാളെ മുതൽ ചെല്ലാൻ പറഞ്ഞു. ഓ, നിന്നെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ? ഇല്ല. മാത്രമല്ല യാതൊരു സംശയമില്ല. അന്നാമ്മ ചേട്ടത്തിയേയും കണ്ടു. അവർക്കും പിടികിട്ടിയില്ല. അന്നാമ്മ നന്നായിരിക്കുന്നോ മോനെ? മറിയാമ്മ ആ നിമിഷവും ഓർത്തുപോയത് അയൽക്കാരിയായിരുന്ന അന്നാമ്മയാണ്. അവൾ തന്നെ മറന്നോട്ടെ. പക്ഷെ തനിക്കതിന് കഴിയില്ല. പിന്നെ നന്നാവാതിരിക്കുമോ അമ്മേ? ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നല്ലേ പ്രമാണം. വിശ്വാസമായത് എനിക്കിന്നാണ്. ചെറിയാച്ചനും അന്നാമ്മയും പനയേക്കാൾ വളർന്നിരിക്കുന്നു. ജെയിംസ് കുട്ടി ചിരിച്ചു. നീ വാടാ, നമുക്ക് കെട്ടിടം പണിയുന്നിടം വരെ ഒന്ന് പോയി വരാം. ജോസൂട്ടിയുടെ ഉത്സാഹം വർദ്ധിച്ചിരിക്കുന്നു. അവനിങ്ങ് വന്നു കയറിയില്ല. നീ എന്നാ കുന്ത്രാണം പറഞ്ഞു പിടിപ്പിക്കാനാണ് അവനെ വിളിച്ചോണ്ട് പോണേ? വേണ്ട മക്കളെ, വേല വെപ്പൊന്നും നമുക്ക് വേണ്ട. അല്ലാതെ ജീവിക്കാൻ നമുക്കിന്നും മാർഗമുണ്ടല്ലോ. ജോസൂട്ടിയുടെ മനസ്സ് വായിച്ചാലെന്നോണം മറിയാമ്മ പറഞ്ഞു. ജോസൂട്ടി ഉറക്കെ ചിരിച്ചു. വേലവെപ്പിൻ്റെ കാര്യമൊന്നും അല്ലമ്മേ. അല്ലെങ്കിലും നമ്മുടെ അപ്പച്ചനിട്ട് ചെറിയാച്ചൻ വെച്ച പോലെ കാടൻ രീതിയിലുള്ള ഏർപ്പാടൊന്നും ഞങ്ങൾ ചെയ്യുമെന്ന് അമ്മ ഭയപ്പെടണ്ട. ഞങ്ങൾ ശാസ്ത്രീയ രീതിയിൽ അത് ചെയ്യും. ഇത്തിരിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ അമ്മേ കള്ളം വർക്കിച്ചൻ്റെ മക്കളാന്ന് പറയുന്നേ? ആ ചോദ്യത്തിന് മറുപടി മറിയാമ്മയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. മക്കൾ ഇരുവരും പടിയിറങ്ങി പോകുന്നത് നോക്കിക്കൊണ്ട് അവർ നിന്നു. അവർ ചോദിക്കുന്നതും ന്യായമല്ലേ? നിരപരാധിയായ ഒരു മനുഷ്യനെ ചെറിയാച്ചൻ കള്ളനാക്കിയിട്ട് കള്ളൻ്റെ മക്കളെന്ന് അപവാദം കേട്ടിട്ട് കാതും പൂട്ടിയിരിക്കാൻ അവരൊരുങ്ങോ? താനത് സഹിച്ചാലും തൻ്റെ മക്കൾ സഹിക്കില്ല. എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, മക്കൾക്ക് അപകടമൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. മറിയാമ്മ മനംനൊന്ത് പ്രാർത്ഥിച്ചു. ജോസൂട്ടിയും ജെയിംസൂട്ടിയും പുതിയ വീടിനരികിലേക്കെന്ന് പറഞ്ഞിറങ്ങിയെങ്കിലും അവരങ്ങോട്ടല്ല പോയത്. വെറുതെ നടന്നു. ആ നടത്തത്തിനിടയിൽ ജോസൂട്ടി അനിയനോടെല്ലാം പറഞ്ഞു കൊടുത്തു. ചെറിയാച്ചൻ മുതലാളിയുടെ ശമ്പളക്കാരനായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവനെല്ലാം അനുസരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. പിറ്റേന്ന് പറഞ്ഞിരുന്ന നേരത്തെ തന്നെ ജെയിംസൂട്ടി പള്ളിപ്പുറത്തെത്തി. ചെറിയാച്ചൻ്റെ കണക്കെഴുത്തുകാരൻ ജോസഫ് ഏട്ടൻ എന്ന വൃദ്ധൻ നേരത്തെ എത്തിക്കഴിഞ്ഞിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത് ഫോണ് ബെല്ലടിച്ചത്. അന്നാമ്മ ഫോണെടുത്തു. കേട്ട വാർത്തയുടെ അവിശ്വസനീയത നൽകിയ ഞെട്ടലോടെ അവർ ഉമ്മറത്തേക്ക് ഓടി വന്നു. ദേ സർക്കിളാ വിളിച്ചേ. വർക്കിച്ച മറ്റന്നാൾ ജയിലിൽ നിന്നും വിടുവത്രേ. 4-5 മാസത്തെ ഇളവ് കൊടുത്തെന്ന്. ചെറിയാച്ചൻ നടുക്കത്തോടെ എണീറ്റ് പോയി. പിന്നെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിഞ്ഞ്
ഭാര്യയോട് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവൻ ഇറങ്ങിയാലും ഇവിടേക്ക് വരില്ല. ഇത്തവണ നടുങ്ങിയത് ജെയിംസ് കുട്ടിയാണ്. അധ്യായം 20. ഉള്ളിലെ നടുക്കം പുറത്തണയാതിരിക്കാൻ ജെയിംസ് കുട്ടി നന്നേ പരിശ്രമിച്ചു. അപ്പച്ചൻ മറ്റന്നാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമത്രേ. ആ വാർത്ത എന്ത് സന്തോഷകരമാണ്. തങ്ങളതറിയും മുൻപേ വിവരമറിഞ്ഞത് ചെറിയാച്ചനാണ്. ഈ നേരത്തെ താനിവിടെ വന്നെത്തിയത് ദൈവനിശ്ചയമാകാം. വരുന്നതെല്ലാം നന്മയ്ക്കെന്ന് പഠിപ്പിച്ചത് അവൻ ഓർത്തുപോയി. ഇതും അങ്ങനെയായിരിക്കുന്നു. ഇന്നലെ ജോസേട്ടനുമായി പറഞ്ഞുറപ്പിച്ചതുപോലെ തങ്ങളുടെ പോരാട്ടം സാവകാശത്തിലേ ആകാവൂ എന്നാണ്. പക്ഷെ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ നിമിഷം മുതൽ പോർക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ചെറിയാച്ചൻ്റെ മുഖത്തെ ഭാവഭേദങ്ങൾ ജെയിംസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വെടിയേറ്റ വെരുക്കിൻ്റെ വെപ്രാളം അയാളുടെ ഓരോ ചലനത്തിലും വ്യക്തമായിരിക്കുന്നു. അപ്പച്ചനെ ഇവർ നന്നായി ഭയപ്പെടുന്നുണ്ട്. ചെറിയാച്ചൻ്റെ രഹസ്യമറിയാവുന്ന ഒരേ ഒരാൾ അപ്പച്ചനാണല്ലോ. അപ്പച്ചൻ്റെ തിരിച്ചുവരവിൽ ഭയപ്പെടുന്നതിൻ്റെ കാരണവും അതുതന്നെയാണല്ലോ. അവൻ പുറത്തിറങ്ങിയാലും ഇങ്ങോട്ട് വരില്ലെന്ന് ഉറപ്പ് പറയാൻ ചെറിയാച്ചൻ എങ്ങനെ കഴിഞ്ഞു? വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടെന്ന് തീർച്ച. അപ്പച്ചനെ വകവരുത്താനും മടിക്കാത്ത ഒരാളാണ് ഇയാൾ. ഒരാളെ കൊന്നാലും ചെറിയാച്ചൻ മുതലാളിയെ ആരും അകത്താക്കില്ല. നിയമവും നീതിയും ചെറിയാച്ചൻ്റെ നാവിൻ തുമ്പത്താണല്ലോ. ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ പക്ഷെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ജെയിംസ് കുട്ടിയിരുന്നു. ചെറിയാച്ചൻ പെട്ടെന്ന് അകത്തേക്ക് കയറി. ഫോൺ നമ്പർ കറക്കുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. ആരോടോ സംസാരിക്കുന്ന വിഷയം തൻ്റെ അപ്പച്ചൻ തന്നെയാണെന്ന് ജെയിംസ് കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായി. അതെ അതെ, ഇപ്പോഴറിഞ്ഞതേ ഉള്ളൂ. ഹേയ്, ഭയമൊന്നുമില്ല. എന്നാലും ഒരു മുൻകരുതൽ വേണമല്ലോ. അവൻ വന്നാലുടനെ എന്നെ ഉപദ്രവിക്കാനേ ശ്രമിക്കൂ. ഓ ശരി ശരി, ഞാൻ കാത്തിരിക്കാം. ഓക്കെ ശരിയാക്കിയേക്കാം. ചെറിയാച്ചൻ സംസാരിച്ചത് ഏതോ പോലീസ് ഉദ്യോഗസ്ഥനോടെന്ന് ഉറപ്പായി. പോലീസിനെ കൂട്ടുപിടിച്ച് അപ്പച്ചനെ ഒഴിവാക്കാനുള്ള മാർഗം ആലോചിക്കാനാണ് ചെറിയാച്ചൻ്റെ നീക്കം. ജെയിംസിൻ്റെ ഹൃദയമിടിപ്പിന് വേഗമേറി. ആ നിമിഷം കടന്നു എന്ന് ചെറിയാച്ചനെ ഞെരിച്ചു കൊല്ലാനുള്ള ആവേശം തോന്നി. ഇത്രയും ദ്രോഹിച്ചതും പോരാ, ഇനിയും അതിനു തന്നെയാണല്ലോ ഇയാളുടെ പുറപ്പാട്. ചെറിയാച്ചൻ പുറത്തേക്കിറങ്ങി വന്നു. നമ്മൾ പറഞ്ഞു വന്നത് മുറിഞ്ഞല്ലോ. സാരമില്ല, ഇന്നെല്ലാം കൊണ്ടൊരു നല്ല ദിവസം കേട്ടോ ജോസഫേട്ടാ. എന്താണാവോ മുതലാളി പറഞ്ഞു വരുന്നത്? നമ്മുടെ ആ പഴയ കക്ഷിയിൽ ഒരു വർക്കിച്ചൻ. ജയിലിൽ കിടക്കുന്ന ആള്. എന്താ അയാൾ വീണ്ടും ചാടിയോ? ജോസഫ് ഏട്ടൻ താല്പര്യപൂർവ്വം ചോദിച്ചു. എങ്കിൽ എത്ര എളുപ്പമായിരുന്നു. അയാളുടെ ശിക്ഷ തീർന്നു. നാളത്തെ കഴിഞ്ഞ് പുറത്തിറങ്ങും. അവനൊരു 10 കൊല്ലം കൂടി അവിടെ തന്നെ കിടക്കേണ്ടതായിരുന്നു. ചെറിയാച്ചൻ്റെ ഓരോ വാക്കും ഹൃദയത്തിലേക്ക് കുത്തിയിറക്കുന്ന ഓരോ കാരിരുമ്പാണി പോലെയാണ് ജെയിംസ് കുട്ടിക്ക് തോന്നിയത്. ഒരു നെരിപ്പോടിന് മുകളിലിരിക്കുന്ന പോലെ അവൻ പുകഞ്ഞു. ജെയിംസ് എന്തോ വല്ലാതിരിക്കുന്നേ? ചെറിയാച്ചൻ അവൻ്റെ മനസ്സ് വായിച്ചാലെന്നോണം ചോദിച്ചു. ഒന്നുമില്ല, മുതലാളിയുടെ ശ്രദ്ധ പതറിപ്പോയ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് തോന്നുന്നു. ആ, കുറേ ശരിയാണ്. സാരല്ല, നേരത്തെ എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, ഒരു വർക്കിച്ചൻ. അവൻ എന്നെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിച്ചു. ദൈവം നേരുള്ളവനാണല്ലോ. കുറ്റം ചെയ്തവനെ ദൈവം എന്നാലും ശിക്ഷിക്കുമെന്ന് അവൻ അറിയില്ലായിരിക്കാം. ഏതായാലും പോലീസുകാർ അവനെ ശിക്ഷിച്ചു. ജയിലിൽ കിടക്കുന്ന കാലത്ത് എന്നോട് പകരം ചോദിക്കാൻ അവൻ ജയിലിൽ ചാടി കത്തിയുമായിട്ട് ഇവിടെ കയറി വരികയും ചെയ്തു. പക്ഷെ അവൻ എന്നെ ശരിക്കും അറിയില്ലായിരുന്നു. ഇവിടെ നിന്നവനെ കൈയോടെ പോലീസുകാർക്ക് കൊടുത്തു. ഇന്നിപ്പോൾ 10 വർഷമായി. അവൻ്റെ കാലാവധി കഴിഞ്ഞെന്നും മറ്റന്നാൾ പുറത്തിറങ്ങുന്നെന്നും സർക്കിൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞതാണ്. പക്ഷെ അവൻ ഇറങ്ങിയാലും വലിയ രക്ഷയൊന്നുമില്ല. ചെറിയാച്ചനൊന്ന് കരുതിയാൽ അതേ നടക്കൂ. ജെയിംസിനോട് അയാൾ ആ ചരിത്രം പറഞ്ഞു കൊടുത്തു. താല്പര്യത്തോടെ അവനത് കേൾക്കുന്നതായി ഭാവിച്ചു. ചെകുത്താനും കടലിനും നടുവിലാകപ്പെട്ടതുപോലെ ജെയിംസ് കുട്ടി തരിച്ചിരിക്കുകയായിരുന്നു. മുതലാളി എന്തിനാ അതിന് ഇത്രയേറെ വിഷമിക്കുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അയാൾ മനഃപൂർവ്വം ഉപദ്രവിക്കാമെന്നാ ഇവിടെ നിയമവും കോടതിയും ഒന്നുമില്ലേ? നമുക്കത് നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. ജോസഫ് ചേട്ടൻ്റെ സമാധാന വാക്കുകൾ ജെയിംസിൻ്റെ അണപ്പല്ല് ഞെരിഞ്ഞു. വയസ്സനായാലും മുതലാളിയെ സോപ്പിടാൻ കിട്ടുന്ന അവസരം അയാൾ മുതലെടുക്കുന്നു. അയാളുടെ ആദ്യം കണ്ടപ്പോൾ തോന്നിയ ബഹുമാനം ജെയിംസിന് നഷ്ടമായി. അതുപോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ചെറിയാച്ചൻ മുഖം തുടച്ചുകൊണ്ട് സെറ്റിയിലിരുന്നു. ജോസഫ് ഏട്ടൻ ഇന്നു മുതൽ ഒരു സഹായിയെ കൂടി നൽകിയേക്കാം. ജെയിംസിനെ ജോസഫ് ഏട്ടനെ ഏൽപ്പിക്കാനാ രാവിലെ ഇങ്ങ് വരാൻ പറഞ്ഞു. നമ്മുടെ കണക്ക് കാര്യങ്ങളും ഇയാളെ കൂടി മനസ്സിലാക്കി കൊടുക്ക്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. ജെയിംസിനെയും കൂട്ടി ഓഫീസിലേക്ക് പോയിക്കോ. ഓ, അങ്ങനെയാകാം. ഭവ്യതയോടെ ജോസഫ് ഏട്ടൻ സമ്മതിച്ചു. സന്തോഷമോ കോപമോ ഇല്ലാത്ത, പ്രത്യേകിച്ചൊരു ഭാവഭേദമില്ലാത്തൊരു വൃദ്ധൻ. അയാൾ ജെയിംസിനെ വിളിച്ചു. എന്നാ വാ, നമുക്ക് ഓഫീസിലേക്ക് പോകാം.
ജെയിംസ് ചെറിയാച്ചൻ്റെ മുഖത്ത് കൃതജ്ഞതയോടെ നോക്കി. അയാൾ തലകുലുക്കി. ഇരുവരും ബംഗ്ലാവിൽ നിന്നും ഇറങ്ങി നടന്നു. ജെയിംസിന് പക്ഷേ ഒട്ടും സന്തോഷം തോന്നിയില്ല. അപ്പച്ചൻ മറ്റന്നാൾ പുറത്തിറങ്ങും. വീട്ടിൽ ആരും അത് അറിഞ്ഞിട്ടില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വൈകും. പുറത്തിറങ്ങിയാലുടൻ അപ്പച്ചൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അവൻ്റെ മനസ്സിലിരുന്ന് ആരോ മുന്നറിയിപ്പ് നൽകി. സ്വാഭാവികമായി സംഭവിക്കില്ല. പക്ഷെ അങ്ങനെയൊന്ന് സംഘടിപ്പിക്കാൻ ചെറിയാച്ചൻ ഉറച്ചു കഴിഞ്ഞു. അപ്പച്ചനെ രക്ഷപ്പെടുത്താൻ എന്താണൊരു മാർഗം? അവൻ അത് തന്നെയാണ് ആലോചിച്ചത്. ജെയിംസ് എന്താ ഒന്നും മിണ്ടാതെ നടക്കുന്നത്? നമ്മുടെ ഓഫീസ് എടുത്തു. ജോസഫ് ചേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ചിന്തയിൽ നിന്നും നടുങ്ങി ഉണർന്നത്. അല്ല ജോസഫേട്ട, ഞാൻ ഓരോ മനുഷ്യരെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഇത്രയേറെ ഭയപ്പെടേണ്ടതുണ്ടോ? ഭയപ്പെടേണ്ടവരെ ഭയപ്പെടാതിരിക്കാൻ പറ്റുമോ? ആ വർക്കിച്ചനെന്ന മനുഷ്യനും ഇങ്ങേരുമായി വലിയ സ്നേഹത്തിലായിരുന്നത്രേ. ഇദ്ദേഹത്തിന് പണമുണ്ടാക്കിയതിൻ്റെ അസൂയ കൊണ്ടാണ് മുതലാളിയെ ഉപദ്രവിക്കാൻ അയാൾ ഒരുങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആർക്കറിയാം സത്യസ്ഥിതിയൊക്കെ? വലിയവരുടെ വലിയ കാര്യങ്ങളിൽ നമ്മളൊക്കെ എന്നാ ഇടപെടാനാണ്? ജോസഫ് ചേട്ടൻ മനസ്സിൻ്റെ വാതിൽ തുറന്നു വരുന്നു. ബംഗ്ലാവിൽ വെച്ച് കണ്ട മനുഷ്യനല്ല പുറത്തിറങ്ങിയപ്പോൾ. മനുഷ്യ സ്വഭാവം ആർക്കും മനസ്സിലാവാത്തൊരു നിത്യവിസ്മയമാണെന്ന് ജെയിംസിന് തോന്നി. വരട്ടെ, ഈ മനുഷ്യനിൽ നിന്നും വളരെയേറെ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കാനുണ്ട്. അവർ ഓഫീസിലെത്തി. അവരെ കൂടാതെ ഒരാൾ കൂടിയേ ജോലിക്കുള്ളൂ. കാഷ്യർ മാത്യൂസ്. യുവദാസിൻ്റെ മുഖഛായ ഓർമ്മിപ്പിക്കുന്ന ഒരു മുഖമാണ് അയാളുടേത്. ജെയിംസിനെ ജോസഫ് ചേട്ടൻ മാത്യൂസിന് പരിചയപ്പെടുത്തി കൊടുത്തി. തലയുയർത്തി ഒന്ന് നോക്കി, അതുമാത്രം. പിന്നെ മാത്യൂസ് വീണ്ടും നോട്ടുകെട്ടിൽ റബ്ബർ ബാൻഡ് ഇടാൻ തുടങ്ങി. ചിരിക്കാനറിയാത്ത മനുഷ്യനാണ് മാത്യൂസ് എന്ന് ജെയിംസിന് തോന്നി. ആ വരട്ടെ, സമയമുണ്ടല്ലോ. അടുത്തറിയുമ്പോഴേ മനുഷ്യന് മനസ്സിലാകും. ഐശ്വര്യമായിട്ട് ജെയിംസ് തുടങ്ങിക്കോ. ജോസഫ് ചേട്ടൻ 3-4 തടിച്ച ബുക്കുകൾ അവൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചു. ആദ്യം മുതലാളിയുടെ സ്ഥാപനങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞുതരാം. ചില കണക്കുകൾ കൈകാര്യം ചെയ്യേണ്ട വിധത്തെക്കുറിച്ചും. വലിയ വലിയ സ്ഥാപനമാകുമ്പോൾ ഒരേ കണക്ക് 2 തരത്തിൽ എഴുതേണ്ടി വരും, അറിയാമല്ലോ. ജോസഫ് ചേട്ടൻ ചിരിച്ചു. അടുത്തറിയും തോറും ആ വൃദ്ധൻ താൻ ഓർത്തതുപോലെയുള്ള സ്വഭാവക്കാരനല്ലെന്ന് ജെയിംസ് കുട്ടിക്ക് ബോധ്യമാവുകയായിരുന്നു. ജെയിംസ് കുട്ടി ജോലി ആരംഭിച്ചു. സംശയം തോന്നിയത് അപ്പപ്പോൾ ജോസഫ് ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കി. അവൻ എത്ര എളുപ്പം ആ കണക്കുകൾ വശമാവുകയായിരുന്നു. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും സംശയമെല്ലാം തീർത്ത് തൻ്റെ ജോലിക്കൊരു അടിസ്ഥാനം ഉറപ്പിച്ചു. ഉദ്ദേശിച്ചാലും എളുപ്പം പഠിച്ചു തന്നെ ചെയ്യാൻ പറ്റുന്ന സുഖം വേറെ തന്നെ. എന്തായാലും ജോസഫ് ചേട്ടന് അന്ന് തന്നെ അവനെക്കുറിച്ചൊരു മതിപ്പ് തോന്നി. വൈകുന്നേരമാകാൻ ജെയിംസ് കുട്ടിയും കാത്തിരിക്കുകയായിരുന്നു. വീട്ടിലെത്തണം. തങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് തന്നെ അത് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ തങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്നിരിക്കും. വൈകിട്ട് ജെയിംസ് മുതലാളിയെ കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ തനിയെ ചെല്ലാം. ജെയിംസിൻ്റെ ജോലിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നെ ഇവിടെ പറ്റത്തില്ലെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാൻ പോവാ. ജോസഫ് ചേട്ടൻ മുക്കാൽ കണ്ണാടിയുടെ മുകളിലൂടെ ഒരു കുസൃതി നോട്ടം നോക്കി. ആയിക്കോട്ടെ, ജോസഫ് ചേട്ടൻ എന്തു പറയുന്നതും സന്തോഷമാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് അവൻ യാത്ര പറഞ്ഞിറങ്ങി. അവൻ്റെ ധൃതിപ്പെട്ടുള്ള ആ ഒരു പോക്ക് നോക്കി പുഞ്ചിരിയോടെ നിന്നിട്ട് ജോസഫ് ചേട്ടൻ പറഞ്ഞു, മിടുമിടുക്കൻ. ആളിനെ പോലെ തന്നെ ജോലിയും. എന്തൊരു വൃത്തി. ഇവനിവിടെ നല്ലൊരു ഭാവിയുണ്ട്. യുവദാസ് മാത്യൂസ് മാത്രം ചിരിച്ചില്ല. തലയുയർത്തിയൊന്ന് നോക്കി, അത്രമാത്രം. എണ്ണിക്കൊണ്ടിരുന്ന നോട്ടുകളുടെ എണ്ണം തെറ്റിയ നീരസത്തോടെ അയാൾ പൂർവാധികം വേഗത്തിൽ വിരൽ തുമ്പ് നാവിലമർത്തി. തുപ്പല് തൊട്ട് നോട്ട് എണ്ണാൻ തുടങ്ങി. ജെയിംസ് കുട്ടിയുടെ മനസ്സിലെ ഒരു കൊടുങ്കാറ്റിൻ്റെ ഉദയം ആരംഭിച്ചിരിക്കുന്നു. വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നേ ഉള്ളൂ. ആദ്യ ദിവസം തന്നെ അവധിയെടുക്കാനുള്ള പ്രയാസം. ഇരുട്ടിൻ്റെ മേലാപ്പ് ഭൂമിക്ക് മുകളിൽ ഒരാവരണം പോലെ വിരിക്കാൻ തുടങ്ങിയ നേരം ജെയിംസ് കുട്ടി വീട്ടിലെത്തി. ജോസ് കുട്ടി വീട്ടിലെത്തിയിട്ടില്ല. അമ്മയോട് വീട് പണിയുന്നിടത്തേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് അവൻ വേഗം ഇറങ്ങി. ഒരു ഫർലോങ് ദൂരെയാണ് ജോസിൻ്റെ ബോട്ട് ഷെഡ്, പുഴയുടെ അരികിൽ. ചേട്ടൻ വീട്ടിലെത്തുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും വളരെയേറെ വിലപ്പെട്ടതാണ്. തങ്ങളേക്കാൾ വേഗത്തിൽ ചെറിയാച്ചൻ മുതലാളിയുടെ കറുത്ത മനസ്സ് അപ്പനെതിരെ നീങ്ങിക്കഴിഞ്ഞിരിക്കും. ജയിലിൽ നിന്നും പുറത്തിറക്കുന്ന അപ്പച്ചനെ അപകടത്തിൽപ്പെടുത്തിയാൽ മതി ഒരു സ്വാഭാവിക മരണം. ഓർക്കുമ്പോൾ തന്നെ നടുങ്ങിത്തെറിച്ചു പോകുന്നു. ജെയിംസ് കുട്ടി അവിടെ എത്തിയ നിമിഷം തന്നെയാണ് ജോസിൻ്റെ ബോട്ട് എടുത്തതും. ബോട്ട് ഷെഡിലേക്ക് കയറും മുൻപ് ജെയിംസ് അതിലേക്ക് ചാടിക്കയറി. ചേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. ജോസ് അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞത് കൂടി കേട്ടപ്പോൾ ആ അത്ഭുതം വല്ലാത്തൊരു ഭീതിയായി വളർന്നു. ജോസ് ഒരു നിമിഷം എന്തോ ആലോചിച്ചു.
നീയും കൂടി വാ, നമുക്കൊരിടം വരെ പോകാം. എങ്ങോട്ടാണെന്ന് ജെയിംസ് ചോദിക്കും മുൻപേ ജോസ് ബോട്ട് ഇരപ്പിച്ചു കഴിഞ്ഞിരുന്നു. അത് തോട്ടിലൂടെ ഒരു കൊള്ളിയാൻ്റെ വേഗത്തിൽ പാഞ്ഞു തുടങ്ങി. ചെറിയാച്ചൻ്റെ ബംഗ്ലാവിലേക്ക് ആയിരിക്കുമോ ഈ ചേട്ടൻ്റെ യാത്ര? ജെയിംസ് ഞെട്ടലോടെ ഓർത്തു. സ്പീഡ് ബോട്ടിന് വെല്ലുന്ന വേഗത്തിൽ ജോസിൻ്റെ ബോട്ട് അപ്പോൾ കായലിലേക്ക് ഇറങ്ങുകയായിരുന്നു. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നിങ്ങളുടെ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.